സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിന് പഴക്കമെത്രയാണ്? അയ്യപ്പനും ശാസ്താവുമായി ബന്ധപ്പെട്ട കഥകൾക്ക് ചരിത്ര പശ്ചാത്തലമെന്ത്? ഗതകാല ചരിത്ര രേഖകളിലൊന്നും ശബരിമലയുടെ ആവിർഭാവ കാലത്തേക്ക് വെളിച്ചം വീശുന്ന മാർഗങ്ങൾ കാണുന്നില്ല. ചരിത്രവും ഐതിഹ്യവും കെട്ടിപ്പിണഞ്ഞ, അതിലുപരി തലമുറകളായി പകർന്നുപോയ വിശ്വാസധാരയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട തിളക്കമേറിയ കഥകൾ ഏറെയാണ്. ശബരിമല ധർമ്മശാസ്താവ്, അയ്യപ്പൻ, വാവർ, എരുമേലി പേട്ടതുള്ളൽ തുടങ്ങിയ ഓരോന്നിനും ചരിത്രപരവും ഐതിഹ്യപരവുമായ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഇവയ്ക്കെല്ലാമിടയിൽ ഐക്യരൂപമുള്ള ചില വസ്തുതകൾ ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യം. ശബരിമല ശ്രീ അയ്യപ്പൻ ധർമ്മശാസ്താവിൻ്റെ അവതാരം എന്ന നിലയിലോ, അക്കാലത്തെ നാടിനെ നടുക്കിയ മറവപ്പടയെ ആട്ടിപ്പായിക്കാൻ ധീര നേതൃത്വം നൽകിയ പന്തള രാജ്യത്തെ വീരനായകൻ എന്ന നിലയിലോ ആയാലും ശരി, ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഹൃദയങ്ങളിൽ വിശ്വാസവും കളങ്കമറ്റ ഭക്തിയും ഏറ്റുവാങ്ങുന്ന കഥാപാത്രമാണ്. കർമ്മം, ഭക്തി, ജ്ഞാനയോഗങ്ങൾ സമ്മിശ്രമായി സമന്വയിപ്പിച്ചുള്ള ഒരു സാധനയാണ് ശബരിമല തീർത്ഥാടനം. ഇവിടെ എത്തുന്ന നാനാജാതി മതസ്ഥരായ ലക്ഷോപലക്ഷം തീർത്ഥാടകരും ഏകമനസ്കരായി നാടിന്റെ രക്ഷാപുരുഷൻ എന്ന നിലയിലാണ് ധർമ്മശാസ്താവിനെ വണങ്ങുന്നത്. ജാതിമത വ്യത്യാസമറിയാത്ത ഏക ദൈവത്തിന്റെ അധിവാസ കേന്ദ്രമാണ് ശബരിമല. ജാതി ചിന്തയും അയിത്തവും കൊടികുത്തി വാണിരുന്ന കാലത്ത് അവർക്ക് ക്ഷേത്രപ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി രാഷ്ട്രപിതാവിനെ പോലെയുള്ളവർ വാദിച്ചു തുടങ്ങുന്നതിനും എത്രയോ നാൾ മുമ്പ് മുതലേ ലോകത്തിനാകമാനം മാർഗദർശനം നൽകുന്ന വിധം ശബരിമല ഉയർന്നിരുന്നു. 1818 ശബരിമലയും പ്രാന്തപ്രദേശങ്ങളും ചുറ്റിക്കറങ്ങി വിദേശ പഠനം നടത്തിയ ലവ് BS വാട്ട് എന്ന ആംഗലേയൻ ശബരിമല ക്ഷേത്രത്തിന് 4000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രപരമായ പഴമയിലേക്ക് വെളിച്ചം വീശുന്ന രേഖകൾ ഒന്നുമില്ലെങ്കിലും രാമായണ കഥയുടെ കാലത്തോളം ശബരിമലയുടെ പഴക്കം നീളുന്നു. ശബരിമലയിലെ ശബരി ആശ്രമവും ശബരിപീഠവും മറ്റും രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഐതിഹ്യ കഥകൾ ഏറെ ഉണ്ടെങ്കിലും ശബരിമലയെ സംബന്ധിച്ച് ഏറെ പേർ വിശ്വസിച്ചു പോരുന്നത് മഹിഷി മർദ്ദനത്തിനായി ഭൂമിയിൽ അവതരിപ്പിച്ച ഹരിഹരസുതനാണ് ധർമ്മശാസ്താവെന്ന്. പിൽക്കാലത്ത് ചരിത്രനായകനായും പടയാളിയായും മറ്റും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്ന ഐതിഹ്യ കഥയാണ് ധർമ്മശാസ്താവിൻ്റേത്. ശാസ്താവ് അവതാര പുരുഷൻ. വിന്ധ്യാപർവ്വത താഴ്വരയിൽ ഗാവലൻ എന്ന മുനിയും അദ്ദേഹത്തിന് ദത്തൻ എന്ന ശിഷ്യനും ലീല എന്ന മകളും ഉണ്ടായിരുന്നു. ദത്തനിൽ ആകൃഷ്ടനായ ലീല പലപ്പോഴും അദ്ദേഹത്തിനോട് പ്രണയാഭ്യർത്ഥന നടത്തി. എന്നാൽ ലൗകിക ജീവിതത്തിൽ ആകൃഷ്ടനല്ലാത്ത ശിഷ്യൻ ചെവിക്കൊണ്ടില്ല. ഒരിക്കൽ ധ്യാനനിമഗ്നായിരുന്ന ദത്തനോട് തന്നെ പട്ടമഹിഷി ആക്കണമെന്ന് ലീല ആവശ്യപ്പെട്ടു. കോപമൂത്ത ദത്തൻ മഹിഷിയായി പോകട്ടെ എന്ന് ശപിച്ചു അത്രേ. അങ്ങനെ അവർ കരംഭൻ എന്ന അസുരന്റെ മകളായി മഹിഷി മുഖത്തോടുകൂടി ഭൂമിയിൽ പിറന്നു. ഈ സമയത്താണ് മഹിഷിയുടെ പിതൃ സഹോദര പുത്രനായ മഹിഷാസുരനെ ദേവമായയാൽ ജനിച്ച ചണ്ഡികാദേവി വധിച്ചത്. ഇതിനെതിരെ ദേവന്മാരോട് പകരം വീട്ടാൻ മഹിഷി കൊടും തപം ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. അസാധ്യമെന്ന് വിശ്വസിച്ച ഒരു വരമാണ് അവർ ആവശ്യപ്പെട്ടത്. ശിവവിഷ്ണു സംയോഗത്താൽ ജനിക്കുന്ന ശിശുവിൽ നിന്നല്ലാതെ തനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല. മാത്രമല്ല, ആ ശിശു 12 വർഷം മനുഷ്യദാസനായി കഴിയുകയും വേണം എന്നതായിരുന്നു ആ വരം. തപശക്തിയിൽ ആകൃഷ്ടനായി ബ്രഹ്മദേവൻ വരവും നൽകി. വരബലത്താൽ അഹങ്കാരിയായി തീർന്ന മഹിഷി ത്രിലോകങ്ങളിലും അക്രമം അഴിച്ചുവിട്ടു. അക്രമം സഹിക്കവയ്യാഞ്ഞ ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശിവവിഷ്ണു മായയിൽ ഹരിഹരപുത്രൻ ജനിച്ചു. അനപത്യ ദുഃഖത്താൽ വീർപ്പുമുട്ടിക്കഴിഞ്ഞ പന്തളത്തുരാജൻ നായാട്ടിനായി വനത്തിനുള്ളിൽ നിൽക്കവേ പമ്പാതീരത്തു നിന്നും ഇളം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ജന്മനാ കഴുത്തിൽ മണിയുമായി കണ്ടെത്തിയ അത്ഭുത ബാലനെ മണികണ്ഠൻ എന്ന് പേരിട്ട് പന്തളം കൊട്ടാരത്തിൽ വളർത്തി. വിദ്യയിലും ആയോധന കലയിലും പ്രാവീണ്യം നേടിയ ബാലനെ അവസാനം യുവരാജാവായി വാഴിക്കാനുള്ള രാജതീരുമാനം മന്ത്രിയുടെയും രാജ്ഞിയുടെയും കുതന്ത്രം മൂലം നടന്നില്ല. പകരം പുലിപ്പാലിനായി വനത്തിലേക്ക് പറഞ്ഞു വിട്ടു.
കാനനയാത്ര മധ്യേ ഉഗ്രരൂപിണിയായ തന്നെ എതിരിട്ട മഹിഷിയെ വധിച്ചു. എരുമകൊല്ലി എന്ന ആ സ്ഥലത്താണത്രേ ഇന്നത്തെ എരുമേലി. മഹിഷി കൊല്ലപ്പെട്ട ആഹ്ലാദത്തിൽ നാട്ടുകാർ തുള്ളിച്ചാടി. അയ്യപ്പനെ എതിരേറ്റതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഇന്നും എരുമേലിയിൽ പേട്ടതുള്ളൽ നടന്നു വരുന്നത്. മഹിഷി നിഗ്രഹം എന്ന അവതാര ഉദ്ദേശം സാധിച്ച മണികണ്ഠൻ പുലികളുമായി പന്തളത്ത് മടങ്ങിയെത്തി. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ രാജാവ് ശാസ്താവിന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകിയെന്നും ധർമ്മശാസ്താവ് അവിടെ കുടികൊണ്ടുവെന്നുമാണ് വിശ്വാസം. ശാപമോക്ഷം ലഭിച്ച മഹിഷി സുന്ദരിയായി തീർന്നു അയ്യപ്പനോട് വിവാഹാഭ്യർത്ഥന നടത്തിയത്രേ. എന്നാൽ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ തന്നോടൊപ്പം ശബരിമല ക്ഷേത്രത്തിനടുത്ത് വന്ന് വസിച്ചു കൊള്ളാൻ അവരോട് നിർദ്ദേശിച്ചു. അതാണ് മാളികപ്പുറത്തമ്മ. ശബരിമലയിൽ കന്യ അയ്യപ്പന്മാർ എത്താത്ത കാലത്ത് വിവാഹം ചെയ്തു കൊള്ളാമത്രേ എന്നാണ് കരാർ. മനുഷ്യജന്മം പൂണ്ട കാലത്ത് സൗഹൃദത്തിലായ വാവർ എന്ന മുസ്ലിം യോദ്ധാവിനെയും കടുത്ത തുടങ്ങിയ അനുചരരെയും ശാസ്താവിനോടൊപ്പം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു. മണികണ്ഠന്റെ നിർദ്ദേശപ്രകാരം പമ്പാ നദിയുടെ വടക്ക് കിഴക്കായി നീലിമലയുടെ സമീപത്ത് സ്ഥാപിച്ച ക്ഷേത്രത്തിൽ മകരസംക്രമ മുഹൂർത്തത്തിൽ പരശുരാമനാണ് ശാസ്താ പ്രതിഷ്ഠ നടത്തിയത്. ശാസ്താവും അയ്യപ്പനും ഒരാളായി ചിത്രീകരിക്കാറുണ്ടെങ്കിലും വ്യത്യസ്ത രൂപഭാവങ്ങൾ ഉള്ളവരായിരുന്നുവെന്ന് പറയുന്നുണ്ട്. നിത്യബ്രഹ്മചാരിയായിരുന്ന അയ്യപ്പൻ ശബരിമലയിൽ കുടികൊള്ളുന്നത് ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളായിട്ടാണ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റൊരു ശാസ്താ ക്ഷേത്രത്തിലുമില്ല. ശബരിമലയുടെ അനുബന്ധ ക്ഷേത്രങ്ങളായ എരുമേലി, കുളത്തൂപ്പുഴ, ആര്യൻകാവ്, അച്ചൻകോവിൽ എന്നിവിടങ്ങളിലൊന്നും കർശനമായ വ്രതാനുഷ്ഠാനങ്ങളില്ല, വിലക്കുകളുമില്ല. ശാസ്താവിന് പൂർണ്ണ എന്നും പുഷ്കല എന്നും 2 ഭാര്യമാരുള്ളതായും കാണുന്നു. എന്നാൽ ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ശബരിമല അയ്യപ്പൻ ശാസ്താവിൽ നിന്നും വ്യത്യസ്ത ഭാവങ്ങളുള്ള ആരാധനാമൂർത്തിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പാണ്ഡി മലയാളം അടക്കി വാഴുന്ന വില്ലാളി വീരനായ അയ്യപ്പൻ ശത്രുവിമോചകനായ മഹാവീരനാണെന്നും ആ വീരനോടുള്ള ഭക്തിയാദരവ് പ്രകടമാക്കിയാണ് അയ്യപ്പാരാധനയെന്നുമാണ്. ശബരിമലയുടെ മൂലസ്ഥാനം പൊന്നമ്പലമേടായിരുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. ശബരിമലയിൽ നിന്നും ഏകദേശം 10-16 കിലോമീറ്റർ ദൂരമുള്ള പൊന്നമ്പലമേട്ടിൽ പരശുരാമൻ സ്ഥാപിച്ച മറ്റൊരു ക്ഷേത്രവും ഉണ്ടായിരുന്നെന്നും അവിടെ ജ്യോതി മണ്ഡപത്തിൽ മലവേടന്മാർ മകരസംക്രമ ദിവസം ദീപാരാധന നടത്തിയതാണ് മകരജ്യോതിയായി കണ്ടിരുന്നതെന്നും വിശ്വസിക്കുന്നു. മകരസംക്രമ ദിനത്തിലാണ് ഉത്തരായന പിറവി. പൊന്നമ്പലമേട്ടിലുള്ള ക്ഷേത്രത്തിന്റെ മുകളിൽ തെളിഞ്ഞു കത്തിയിരുന്ന നക്ഷത്രമാണ് മകരജ്യോതി എന്ന അഭിപ്രായവുമുണ്ട്. ശബരിമല ക്ഷേത്രത്തിനു ചുറ്റുമുള്ള 18 മലകളെ മലദൈവങ്ങളുടെയും നടുവിലാണ് അയ്യപ്പൻ എന്നൊരു വിശ്വാസമുണ്ട്. ഇതിന്റെ പ്രതീകമാണ് 18 പടികൾ. ഈ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനാണ് പടിപൂജ നടത്തുന്നത്. ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹത്തിന്റെ ഇരുപുറത്തും ഇരിക്കും. തുടർന്ന് ഹരിവരാസനം പാടിയാണ് ഭഗവാനെ ഉറക്കുന്നത്. ഹരിവരാസനം ശാസ്താവിന്റെ ഉറക്കുപാട്ട് എന്ന നിലയിൽ പ്രസിദ്ധമാണ്. എല്ലാ മകരസംക്രമ ദിവസവും ധർമ്മശാസ്താവ് പൊന്നമ്പലമേട്ടിൽ ജ്യോതിയായി തെളിയുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.